ഹൈ ഡെഫിനിഷൻ ക്യാമറ, ലോങ് ബാറ്ററി ലൈഫ്, ഹൈ ഓഡിയോ ക്വാളിറ്റി ഉണ്ടെങ്കിൽ ബെസ്റ്റ്. അതിനുള്ള പെർഫെക്റ്റ് കളക്ഷൻ മറ്റെവിടത്തെക്കാളും ഇവിടെയുണ്ട്. മൈജി ഫ്യൂച്ചർ. ജനങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഇടതുപക്ഷത്തിൻ്റെ പിന്നിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി തീരുമാനിച്ചതെന്നാണ് പ്രാഥമികമായിട്ട് നമുക്ക് ലഭിച്ച കണക്കുകളുടെ അടിസ്ഥാനത്തിൽ പറയാൻ കഴിയും. അപ്പോൾ ഉജ്ജ്വല വിജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ചേലക്കര മണ്ഡലത്തിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ ചേലക്കര കൊണ്ടാടിയടക്കം എണ്ണുമ്പോഴും ചേലക്കര എണ്ണുമ്പോൾ ഇപ്പോൾ ലീഡ് ചെയ്യുന്നുണ്ട്. കൊണ്ടാടി ലീഡ് ചെയ്യും, പഴയന്നൂർ ലീഡ് ചെയ്യും, തിരുവല്ലാമല ലീഡ് ചെയ്യും, എല്ലാ പഞ്ചായത്തിലും മുള്ളൂർക്കരയിലും ലീഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പൊളിറ്റിക്കൽ ഫൈറ്റ് മാത്രമല്ല, അവർക്ക് പിന്നെ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നുള്ളത് ജീവൻ മരണ പോരാട്ടമായിട്ടാണ് അവർ കണ്ടത്. അതായത് ചേലക്കര വിജയിക്കാൻ കഴിഞ്ഞാൽ അത് അടുത്ത തെരഞ്ഞെടുപ്പിൽ UDFന് വലിയ ഗുണം ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി എല്ലാ തരത്തിലുള്ള പ്രചാരവേലകളും ഇവിടെ ഇറക്കുകയുണ്ടായി. എല്ലാ തരത്തിലുള്ള കള്ളപ്രചാരവേലകളും നടത്തുകയുണ്ടായി. അതിനെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ജനങ്ങൾ ഇടതുപക്ഷത്തിന്റെ പിന്നിൽ അണിനിരക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് തുടർന്നും ഈ കേരളത്തിൽ ഉണ്ടാകണം. മൂന്നാം വട്ടവും ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് നമ്മുടെ സംസ്ഥാനത്ത് അധികാരത്തിൽ വരും എന്നതിൻ്റെ തെളിവ് കൂടിയാണ് ചേലക്കരയിലും. പാലക്കാട് ഇപ്പോൾ ഒന്നും പറയാൻ പറ്റാത്ത സ്ഥിതിയാണ്. BJPയും പിന്നെ UDFും തമ്മിലുള്ള വ്യത്യാസം വളരെ കുറവാണ്. ഞങ്ങൾക്ക് നല്ല ഭൂരിപക്ഷമുള്ള 2 പഞ്ചായത്തുണ്ട്, മാത്തൂരും കണ്ണാടിയും പഞ്ചായത്ത്. ആ പഞ്ചായത്തിൽ അത്ഭുതം സൃഷ്ടിച്ചാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പാലക്കാടും വിജയിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ്. ഭരണവിരുദ്ധം ഇല്ലല്ലോ. ഭരണവിരുദ്ധത പറഞ്ഞുണ്ടാക്കുന്നതല്ലാതെ ജനങ്ങൾക്ക് ഫീൽ ചെയ്യുന്നല്ലോ. ജനങ്ങൾക്ക് ഭരണത്തിന്റെ നേട്ടം അനുഭവിച്ച ആളുകളെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം അണിചേരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ചേലക്കരയിൽ വിജയിച്ചില്ലെങ്കിൽ രാഷ്ട്രീയ വിജയമല്ല എന്നാണ് UDF നേതാക്കൾ തന്നെ പറയുന്നത്. അപ്പോൾ അവരൊരു വലിയ രാഷ്ട്രീയ പരാജയത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നാണ്. അത് രാഷ്ട്രീയ പരാജയമാണോ വിജയമാണോ എന്നൊക്കെ നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. എന്തായാലും ഇടതുപക്ഷത്തിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിജയമായിരിക്കും. ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് 10,000-ലധികം ഭൂരിപക്ഷം വരാൻ സാധിക്കും. 2016 ഭൂരിപക്ഷത്തേക്കാൾ ഉയരുമെന്ന് ഉറപ്പല്ലേ? 2016 അന്ന് 10,200 വോട്ടാണ്. അതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം ഉണ്ടാകാൻ സാധിക്കും. ശരി. അങ്ങോട്ട് പോകാം.